ശരി, എന്തായാലും വലിയ തോതിൽ ആളുകളുടെ ഒരു പ്രതിഷേധം കണ്ടു. കമൽ, ഇനി മനുവിൻ്റെ മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഈ ചന്ദ്രയ്ക്ക് മറ്റ് പരിക്കുകളൊന്നുമില്ലല്ലോ അല്ലേ? പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നാണ് ഇപ്പോൾ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. അവർക്ക് എന്തെങ്കിലും പരിക്കുകളുണ്ടോ? ആ പ്രദേശത്ത് ഏതൊക്കെ ഇടങ്ങളിൽ ഇപ്പോൾ എത്ര കുടുംബങ്ങൾ ഇതേപോലെ ഒരു ആക്രമണ ഭീതിയിൽ കഴിയുന്നുണ്ട്? അവർ മാറാൻ തയ്യാറാണോ? അങ്ങനെ തയ്യാറാണെങ്കിൽ അവരെ മാറ്റാനുള്ള സംവിധാനമുണ്ടോ? ദിവിഷ്, അതാണ് പലപ്പോഴും മാറാൻ തയ്യാറാണെങ്കിൽ തന്നെ അവർക്ക് അനുയോജ്യമായ ഒരു സംവിധാനം, വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആദിവാസികളാണെങ്കിൽ അവർക്ക് ഫ്രിഞ്ച് ഏരിയയിൽ തന്നെ വനത്തോട് ചേർന്നുള്ള സ്ഥലത്ത് പുനരധിവാസം ഒരുക്കേണ്ടതുണ്ട്. അവരെ ഏതെങ്കിലും നഗരത്തിൽ കൊണ്ട് താമസിപ്പിച്ചിട്ട് കാര്യമില്ല. അതിനൊക്കെ കൃത്യമായ നാട്ടുകാരുടെ കൂടി ഇടപെടലോട് കൂടിയുള്ള ഒരു പദ്ധതി വേണം. പലപ്പോഴും എവിടെയെങ്കിലും ഇരുന്ന് കടലാസിൽ തയ്യാറാക്കുന്ന പദ്ധതിയും ഏതെങ്കിലും തരത്തിൽ തീരുമാനിക്കുന്ന നഷ്ടപരിഹാരവും എന്നതാണ്. ഈ കേന്ദ്ര സർക്കാരാണ് ഈ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിക്ക് ആദ്യം 10 ലക്ഷം രൂപയും പിന്നീട് ഒരു കുടുംബത്തിന് 15 ലക്ഷം രൂപയും ഒട്ടും പ്രായോഗികമല്ല. കേന്ദ്രത്തിൻ്റെ ആ പദ്ധതിക്കെതിരെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പണ്ട് തൊട്ടേ അത് ശരിയല്ല എന്ന് പറയുന്നതാണ്. പക്ഷേ പിന്നീട് കേരളം റീബിൽഡ് കേരളയിൽ ഇത്തരത്തിലൊരു പുനരധിവാസ പദ്ധതി ഉണ്ടായപ്പോൾ കേന്ദ്രത്തിൻ്റെ അതേ നിലപാട് തന്നെ ആണ് സ്വീകരിച്ച് ഈ ഒരു കുടുംബത്തിന് 15 ലക്ഷം എന്ന അശാസ്ത്രീയമായ ഒരു പുനരധിവാസ പദ്ധതി തന്നെയാണ് കേരള സർക്കാരും നടപ്പാക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു പുനർചിന്തയില്ല എന്നുള്ളതാണ്. കൃത്യമായ നഷ്ടപരിഹാരവും കൃത്യമായ ഭൂമി, അല്ലെങ്കിൽ ആദിവാസികളാണെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു സ്ഥലവും ഭൂമിയും അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യവും ഒരുക്കിയാലേ അവർക്ക് മാറി താമസിക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ തയ്യാറാകുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം. വയനാട്ടിലെ നൂൽപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളാണ് കമൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. മാനു എന്ന 45-കാരനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മാനുവിൻ്റെ ഭാര്യ ചന്ദ്രിക ആദ്യം കാണാനില്ലായിരുന്നു, പിന്നീട് കണ്ടെത്തി. അവർ സുരക്ഷിതയാണ് എന്ന ആശ്വാസകരമായ വാർത്തയുണ്ട്. പക്ഷേ അവിടുത്തെ ആളുകൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് ആദിവാസികളെ, അവിടെ വളരെ ആക്രമണഭീതിയിൽ കഴിയുന്ന ആളുകളെ കൃത്യമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നില്ല. അത് അതിൻ്റെ ഈ സാമ്പത്തിക അല്ലെങ്കിൽ സഹായം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിലെ ഒരു അപര്യാപ്തതയും ഒക്കെ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കമൽ, ഈ മൃതദേഹം എപ്പോഴാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്? മറ്റ് നടപടികൾ പൂർത്തിയാക്കി എപ്പോൾ വിട്ടുകൊടുക്കാൻ കഴിയും? ഈ സാമ്പത്തിക സഹായം എന്നത് എപ്പോഴും 10 ലക്ഷം എന്ന ഒരു സർക്കാരിൻ്റെ സാധാരണഗതിയിലുള്ള സാമ്പത്തിക സഹായമാണല്ലോ. അതിനപ്പുറം എന്തെങ്കിലും ഒരു സഹായം ഇവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഇനിയെങ്കിലും ഇവർക്ക് സുരക്ഷിതമാകുന്ന സാഹചര്യം അവിടെ ഉണ്ടാകുമോ? ഇപ്പോൾ എന്തായാലും മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമുണ്ട്. എപ്പോഴാണ് വീട്ടിൽ നിന്ന് പോയത്? എനിക്കറിയില്ല. നിങ്ങൾ ഒന്നിച്ചാണോ താമസം? അപ്പൻ്റെ കൂടെയാണോ? ഇല്ല, ഞാൻ മണൽ വയലായിരുന്നു. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പോയതാ? ഇല്ല, വേറെ സ്ഥലത്താണ് താമസം. അപ്പോൾ അപ്പനും അമ്മയും എപ്പോഴാണ് പോയെന്ന് അറിയില്ല. അത് അനിയത്തിമാരെടുത്ത് ചോദിക്കണം. രാത്രി കാണാണ്ടായിട്ട് നിങ്ങൾ തെരഞ്ഞിനോ? അറിയില്ല. ഈ കോളനി താമസിക്കുന്ന ഇവർ വേറെയാണ് താമസിക്കുന്നത് അല്ലേ? എന്തായാലും ഇന്നലെ രാത്രി ഇവർ അറിഞ്ഞിരുന്നോ കാണുന്നില്ല എന്നുള്ളവർ അത് ചോദിച്ചോ? അത് രാത്രി വന്നിട്ട് എന്താ നമ്മളാൾക്കാർ വന്നിട്ട് പൊതുവെ വന്നിട്ട് പണിക്ക് പോയി വന്നാൽ കുറച്ച് 6, 7, 8, 10 മണിയൊക്കെ അങ്ങനെ തിരിച്ചു വരുമ്പോൾ കുറച്ച് ദൂര സ്ഥലത്തവരൊക്കെ പണിക്ക് പോകുന്നുണ്ടായാലും പണിക്ക് പോകുന്ന സമയത്തിൽ വന്നിട്ട് തിരിച്ചു വരുമ്പോൾ സമയമാകുമ്പോൾ പരസ്പരം വന്നിട്ട് കുട്ടികൾ വന്നിട്ട് ഒരു സ്ഥലത്ത് ചിലപ്പോൾ കുട്ടികൾ വന്നിട്ട് ഹോസ്റ്റലിൽ കൊണ്ട് ചേർത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ദൂരെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. അങ്ങനെ ഇവർക്കും തന്നെ രാത്രി സമയത്ത് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. ആ അവസ്ഥയാണ് ഇപ്പോൾ വയനാട് സൈഡിലും ശരി നീലഗിരി സൈഡിലും മെയിനായിട്ട് വന്നിട്ട് രാത്രി സമയത്ത് ആരും ഒരു 6 മണി 7 മണി ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. ഇത് ശരിക്കും ഇത് വൈൽഡ് ലൈഫ് ഏരിയ ആണോ ചുറ്റുള്ള, അതോ ജനറൽ ഫോറസ്റ്റോ? അതായത് വൈൽഡ് ലൈഫ് ഏരിയൻ്റെ സൈഡിലാണ്. പക്ഷേ എന്നാലും ആദിവാസി ആൾക്കാർ ഫുള്ളായിട്ടും വൈൽഡ് ലൈഫിൻ്റെ ഏരിയയിലെ സൈഡിൽ കൂടെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ട് അങ്ങനെ ഒരു ഇത് നടക്കുന്നില്ല. അതിൻ്റെ ഉള്ളിൽ കൂടി പക്ഷേ പുറത്തേക്ക് പോകാനും തിരിച്ചു വരാനും പറ്റുള്ളൂ അല്ലേ? പറ്റുള്ളൂ. അതന്നെ. ഇപ്പം നമുക്ക് ചെട്ടിയാലത്തൂർ ഇതുമാതിരി കാപ്പാട്ട് ചൊറിയങ്കാപ്പ് നൂൽപ്പുഴ അതൊക്കെ വന്നിട്ട് ഫുൾ എല്ലാം റിമോട്ട് ഏരിയ തന്നെ. പക്ഷെ എന്നാലും അവിടെയൊക്കെ നമ്മൾ പണ്ടെന്ന കാലം നമ്മൾ ആദിവാസി ആൾക്കാർ അവിടെ തന്നെ ജീവിച്ചു വരുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ അവിടെ ടൗണിലേക്ക് പോകാൻ പറ്റില്ല, സ്കൂൾ പോകാൻ പറ്റില്ല. ഇതുപോലെ വലിയൊരു പ്രശ്നമാണ് ഈ ഗൂഡല്ലൂർ പന്തൽ. ഇപ്പോൾ ഈ ജനറൽ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചപ്പോൾ ഈ ആദിവാസികൾക്ക് വേണ്ടി ഒരു പദ്ധതി എന്തുകൊണ്ടാണ് സർക്കാർ തയ്യാറാക്കാത്തത്? നിങ്ങൾ ഈ സന്നദ്ധ സംഘടന പ്രവർത്തകരൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചിരുന്നു? പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നു സാർ. പക്ഷേ കറക്റ്റായിട്ട് വന്നിട്ട് നമ്മളാൾക്കാർ ചേരുന്നില്ല. അത് വന്നിട്ട് നീലഗിരിയും ശരി വയനാടും ശരി പേരുകളൊക്കെ പദ്ധതികളൊക്കെ ഉണ്ട്. പക്ഷേ കറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം അവരുടെ വീടുകളുടെ അവസ്ഥയും റോഡുകളുടെ അവസ്ഥയും ഇതൊക്കെ. പക്ഷേ ഫണ്ടുകളൊക്കെ ഇങ്ങനെ അലോട്ട് ചെയ്ത് ഇവർ മാറി താമസിക്കുക ഇവർ തയ്യാറാവുമോ പദ്ധതി പ്രകാരം? അതോ ഇവർ ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറയുന്നതുകൊണ്ടാണോ? കാടിനെ ആശ്രയിച്ച് ജീവിക്കണം, ഞങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയുന്നവരാണോ കൂടുതലും? അതെ. ഈ ആദിവാസികൾക്ക് പുറത്ത് പറയുന്നത് പഴയ രീതിയിലുള്ള ആൾക്കാർ വന്നിട്ട് അവർ ജനിച്ചു വന്ന കാടാനും ശരി റോഡ്സ് പ്രദേശമാണെങ്കിൽ ശരി അവർ ആ ജനിച്ചു വന്ന സ്ഥലത്തല്ലാതെ വേറെ സ്ഥലത്തേക്ക് അവർ മാറാൻ കുറേ ആൾക്കാർ തയ്യാറല്ല. അതാണ് ഒരു പ്രശ്നം. പക്ഷേ ഇപ്പോൾ ഉള്ള ജനറേഷൻ ആൾക്കാർ വന്നിട്ട് കുറച്ച് റോഡ് സൈഡിലുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് മാറ്റണമെന്നാണ് അവരും താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
ആശ്രയിക്കുന്നത്. വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വനത്തിന്റെ സൈഡിൽ തന്നെ ജനവാസ മേഖലയിൽ വനം അതിരിടുന്ന ഒരു സ്ഥലത്ത് ആക്കിക്കൂടെ? അതെ അതെ. ഇപ്പോൾ ഈ വനത്തിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാർ ഞങ്ങൾ ആദിവാസി സംഘടനയും അതുമാതിരി ആദിവാസി സമുദായ സംഘടനയൊക്കെ തീരുമാനിച്ചില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ സേഫ്റ്റി ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള നല്ല പിന്നെ വീട് കോളനി ഉണ്ടെങ്കിൽ പ്രദേശത്ത് നല്ല ട്രെഞ്ച് ഫെൻസിങ് എല്ലാ സൗകര്യത്തോടെ അവിടെ ചെയ്തു തന്നാൽ നമ്മളവിടെ താമസിക്കാനുള്ള ഒരു ഇതൊക്കെ തന്നെ. ഫ്രിഞ്ച് ഏരിയ എന്ന് നമ്മൾ പറയല്ലോ, അതായത് നാടും കാടും ചേരുന്ന ഒരു ഭാഗത്തേക്ക് ഇവരെ മാറ്റാനുള്ള ഒരു പദ്ധതിയാണെങ്കിൽ ഇവർ മാറില്ലേ? അത് മാറും, തീർച്ചയായിട്ടും മാറും. എന്തായാലും ഇങ്ങനത്തെ ഒക്കെ പ്രശ്നം പിന്നെ ആന പിന്നെ ആക്രമണം അതേമാതിരി പുലി ആക്രമണമൊക്കെ വരുമ്പോൾ വന്നിട്ട് നമ്മുടെ ജീവനല്ല മെയിനായിട്ട് നിലനിർത്തണം. എന്തായാലും അതുകൊണ്ട് ഞങ്ങൾക്ക് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് ഗവൺമെൻറ് മാറ്റി തരണമാണ് നമ്മൾ ആദിവാസി സമുദായത്തിൻ്റെ ഒക്കെ ഒരു തീരുമാനത്തിലുള്ളത്. എന്തായാലും അതാണ് ദിവീഷ്, പലപ്പോഴും ഇതൊന്നും ആളുകളുടെ അഭിപ്രായം കണക്കിലെടുത്തൊരു പദ്ധതി ആവിഷ്കരിക്കുക, ജനപങ്കാളിത്തത്തോടെ ഒരു പുനരധിവാസ പദ്ധതി എന്നുള്ളതൊന്നുമില്ല. കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ ഇരുന്ന് തീരുമാനിക്കുന്നു ഒരു കുടുംബത്തിന് 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം പദ്ധതി തയ്യാറാക്കുന്നു. ഇതിൻ്റെ ഒരു അശാസ്ത്രീയത പലപ്പോഴും മനസ്സിലാകുന്നില്ല. ആദിവാസികളെ സംബന്ധിച്ച് അവർക്ക് അത്തരത്തിലൊരു പണം കൊടുത്തതുകൊണ്ട് കാര്യമില്ല. അവർക്ക് ഭൂമിയും അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനുള്ള നടപടിയുടെ ഒന്നും ഉണ്ടാകുന്നില്ല. പലപ്പോഴും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം നൽകുന്നു, ആശ്രിതന് വനം വാച്ചറായി ഒരു ജോലി നൽകുന്നു, അതുകൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴുമുള്ള സ്ഥിതി. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ഏതാണ്ട് പൂർത്തിയാവുകയാണ്. മൃതദേഹം മാറ്റാനുള്ള നടപടികളിലേക്ക് അധികൃതർ കടക്കുകയാണ്. എന്താണെങ്കിലും ഇപ്പോൾ DF ഉൾപ്പെടെ എത്തി നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ഇത് പൂർണ്ണമായും വയനാട് വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ കാടിനാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്താണ് ഈ കോളനി ഉള്ളത്. ഇവരെ സംബന്ധിച്ച് കാട്ടിനുള്ളിലൂടെ അല്ലാതെ പുറത്തേക്ക് പോകാനും തിരിച്ചു വരാനും കഴിയുകയില്ല. പക്ഷേ പണ്ടൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കാലം മാറിയിരിക്കുന്നു. കാരണം കൂടുതലും അവർക്ക് നഗരങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വരും, കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരും, പുറത്ത് ജോലിക്ക് പോകേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അവർക്ക് സുരക്ഷിതമായി താമസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംഘടന പറയുന്നത് ആണെങ്കിലും അവർക്ക് വനാതിർത്തിയിൽ നാടിനോട് ചേർന്ന റോഡും വൈദ്യുതിയും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് സുരക്ഷയോടുകൂടി താമസം ഒരുക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചവരൊക്കെ ആവശ്യപ്പെടുന്നത്. ദിവീഷ്, എന്തായാലും സങ്കടകരമായ കാര്യമാണ് വയനാട്ടിലെ നുൽപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത്. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി മടങ്ങി വരും വഴി 45-കാരനായ മാനു എന്ന മനുഷ്യന് ജീവൻ നഷ്ടമാകുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആദ്യം ആ ആക്രമണത്തിൽ ഭയന്ന് അവരെ കാണാതാകുന്നു, പിന്നീട് കണ്ടെത്തി എന്നത് ആശ്വാസകരമാണ്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ പൂർത്തിയാവുകയാണ്. ഇപ്പോൾ ജനങ്ങളൊക്കെ അവിടുത്തെ നാട്ടുകാരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് ആദിവാസികളെ അവരെ കൃത്യമായി സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നില്ല. അത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പദ്ധതികൾ ഉണ്ടെങ്കിലും അത് വേണ്ടത്ര രീതിയിൽ അവിടുത്തെ ആളുകളുടെ സാഹചര്യങ്ങൾ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉള്ള ഒരു പദ്ധതി നടത്തിപ്പാണോ നടക്കുന്നത് എന്ന ഒരു സംശയമാണ് അവരൊക്കെ ഉന്നയിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ കൃത്യമായി അവർക്ക് വനവിഭവങ്ങൾ ഉപയോഗിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് വനത്തിനോട് ചേർന്ന് താമസിക്കണം. പക്ഷെ അതിന് അത്തരം സുരക്ഷിതമായ മേഖലകളെ കണ്ടെത്തി അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്നൊരു പരാതിയും അല്ലെങ്കിൽ അവരുടെ വിഷമവുമാണ് നമ്മളോട് പ്രതികരിച്ച പലരും പറഞ്ഞു. കമൽ, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ കമലിനോട് സംസാരിച്ച എല്ലാവരും ഒരേ സ്വരത്തിൽ ആദിവാസികളോടുള്ള കരുതൽ അത് നഷ്ടമാകുന്നതിനെ കുറിച്ചാണോ? ഈ രണ്ട് പദ്ധതികളും സമാന്തരമായി നടക്കുന്നതാണോ? കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും സംസ്ഥാന സർക്കാരിൻ്റെ ആ പദ്ധതികളുടെ നടത്തിപ്പ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? അത് ഓരോ വിഭാഗത്തിനും ഇപ്പോൾ ജനറൽ വിഭാഗം, ആദിവാസി വിഭാഗം ഇങ്ങനെയൊക്കെ തിരിച്ചാണോ പുനരധിവാസം നടത്തുന്നത്? അതിനോടുള്ള ആളുകളുടെ പ്രതികരണവും പൂർണ്ണമായും ഒരു യോജിക്കത്തക്ക വിധത്തിലല്ലേ? ദിവീഷ്, രണ്ട് പദ്ധതികൾ, അതായത് 80കളിൽ കേരളം സമർപ്പിച്ച അന്ന് OP കലേർ എന്ന ഒരു IFS ഉദ്യോഗസ്ഥൻ സുൽത്താൻ ബത്തേരിയിൽ വൈൽഡ് ലൈഫ് വാർഡനായിരിക്കെ ഉണ്ടാക്കിയൊരു പ്ലാൻ അനുസരിച്ച് കേന്ദ്രത്തിന് സമർപ്പിച്ച ഒരു സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി കേന്ദ്രം അനുവദിച്ചു. അത് പക്ഷേ ഒച്ചുചെയ്യുന്ന വേഗതയിലേക്കായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോഴൊക്കെയാണ് ആ പദ്ധതിയുടെ തുടക്കമുണ്ടായത്. അതിൽ പക്ഷേ കേന്ദ്രം നിശ്ചയിച്ചത് ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപ. അവർക്ക് എത്ര ഭൂമിയുണ്ടെന്നോ അവർക്ക് എത്ര സ്വത്തുണ്ടെന്നോ എന്നൊന്നും വിഷയമല്ല. 10 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് നൽകും. ആ കുടുംബത്തിൽ പ്രായപൂർത്തിയായ വിവാഹം കഴിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരാൾക്ക് 10 ലക്ഷം രൂപ വെച്ച് കിട്ടുമെന്നതായിരുന്നു. അത് സമീപകാലത്ത് 15 ലക്ഷം രൂപയായി പരിഷ്കരിച്ചു. അങ്ങനെ കുറേ കുടുംബങ്ങൾ കിട്ടിയ പണവും വാങ്ങി ഒഴിഞ്ഞുപോയ നിരവധി കുടുംബങ്ങളുണ്ട്. ആ പദ്ധതി പ്രകാരം ആദിവാസികളെ മാറ്റുന്നതിന് സംസ്ഥാന സർക്കാർ മറ്റൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. വനം വകുപ്പും പഞ്ചായത്ത് പ്രസിഡന്റും ട്രൈബൽ വകുപ്പുമൊക്കെ ചേർന്ന് ആദിവാസികൾക്ക് അവർ പറയുന്ന സ്ഥലം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അങ്ങനെ പുനരധിവാസം നടന്നിട്ടുണ്ട്. പക്ഷേ ഈ സമീപകാലത്ത് പ്രളയത്തിനൊക്കെ ശേഷമാണ് ഈ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്നൊരു പ്രോജക്റ്റ് സംസ്ഥാന സർക്കാർ ഉണ്ടാകുന്നത്. അതിലൂടെ ഒരു പുനരധിവാസ പദ്ധതി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നു. അപ്പോഴും ഈ അശാസ്ത്രീയത പരിഹരിക്കാതെ ഒരു കുടുംബത്തിന് 15 ലക്ഷം ഈ നേരത്തെ പറഞ്ഞ അതേ മാനദണ്ഡ പ്രകാരമുള്ള ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയത്. ആദിവാസികൾക്കായി ഒരു പദ്ധതി ഇല്ല.
താണ് ഇപ്പോൾ ആളുകൾ പ്രധാനമായും പറയുന്നത്. ഇവിടെയൊക്കെ നടപ്പാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അല്ല. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി തിരഞ്ഞെടുക്കപ്പെട്ട കുറേ ഗ്രാമങ്ങൾ, കുറിച്യാട്, ഗോളൂർ, അമ്മവയൽ, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളായിരുന്നു. അതിൽ ഉൾപ്പെടാത്ത പ്രദേശങ്ങളിലാണ് ഈ റീബിൽഡ് കേരളയിൽ സംസ്ഥാന സർക്കാർ സമാനമായ പദ്ധതി നടപ്പാക്കിയത്. അതിലിവിടെ നിന്ന് 13 ജനറൽ കുടുംബങ്ങൾ ഈ പറഞ്ഞ 15 ലക്ഷം രൂപ വാങ്ങി ഒഴിഞ്ഞുപോയി. പക്ഷേ ശേഷിക്കുന്ന ആദിവാസികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു പദ്ധതി ആ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി ഉണ്ടായില്ല. എന്തായാലും പദ്ധതികൾ ഒരുപാടുണ്ട്, പക്ഷെ അതൊന്നും വേണ്ട വിധത്തിലല്ല നടപ്പിലാക്കപ്പെടുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ് നമ്മൾ ഈ മരണവാർത്തയ്ക്കൊപ്പം തന്നെ പങ്കുവയ്ക്കേണ്ടി വരുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ, മാനുവിൻ്റെ മരണം നടന്ന